ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആസ് യൂഷ്വൽ ഈദ് വ്ളോഗാണ് കേട്ടോ. അപ്പം അൽഹംദുലില്ലാ അൻഷിൻ്റെ വീട്ടിലത്തെ ഫസ്റ്റ് ഈദാണ്. ഞങ്ങളിങ്ങനെ റെൻ്റൽ ഹോമായിട്ട് താമസിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ നെയ്ബേഴ്സ് ഒന്നും അധികമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം ഫുള്ള് നെയ്ബേഴ്സ് ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഈദൊക്കെ ആയപ്പോൾ ഫുൾ ആൾക്കാർ, പടക്കം പൊട്ടിക്കൽ, കുട്ടികൾ, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇനിയിപ്പം പള്ളി കഴിഞ്ഞു, ഇനിയിപ്പോൾ കുളിക്കണം, പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓലൊക്കെ വരുമ്പോക്കിന് കുളിച്ച് സെറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം. വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് അതാണ്. സോ അൻഷിപ്പോൾ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോവാം. അല്ല, നമുക്കല്ല, പള്ളിയിൽ പോയിട്ടെ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പായസം കുടിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. സോ ലെറ്റ്സ് ജംപ് ടു ദ വീഡിയോ. ഈദ് വ്ളോഗാണ്, ഈദ് വ്ളോഗ്. ഇതാണ് ഗൈസ് അൻഷിൻ്റെ കോസ്റ്റ്യൂം. ഒന്ന് കാണിക്കൂ. ഡെനിം ബാക്ക് കാണിക്കും. അതാ നിസ്കാരം തുടങ്ങിക്കൂടെ. അസ്സലാമലൈക്കും. ടാറ്റാ ടാറ്റാ. ഓല് പോയി. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ അടുക്കളയ്ക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മ ഇവിടെ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറും ഇതൊക്കെ പായസമാണ് ഇവിടെ. പള്ളി കഴിഞ്ഞ് വന്ന് ഒരു 11 മണി നേരത്തെയാണോ എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ എനിക്ക് പായസം നോക്കാൻ, ഞാൻ പായസം കുടിക്കാൻ വേണ്ടി പോയതായിരുന്നേ. അങ്ങനെ ഞാൻ കുളിച്ചു. അപ്പം അങ്ങനെ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരുങ്ങാം. ഓക്കെ, ഇത് എനിക്ക് ഇവിടുത്തെ പപ്പ വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടി, നല്ലൊരു ഷോർട്ട് കുർത്തിയാണ്, ഞാൻ വീട്ടിൽ നിന്ന് ഇടാനാക്കിയതാണ്. ഇവിടുത്തെ പപ്പ എടുത്തതാണ് കേട്ടോ ഈ ഡ്രസ്സ്. അപ്പം ഇനി നമുക്ക് ഒരുങ്ങാന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഒരുങ്ങാം. അൻഷിപ്പോൾ പള്ളി കഴിഞ്ഞ് വരും, പുറത്തൊക്കെ പോയി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സുന്ദരിയായിട്ട് നിൽക്കാം എന്നുള്ളത്. കുറച്ച് ബ്ലൂട്ടാഹായി ഇട്ട് കൊടുക്കാം കേട്ടോ. അഞ്ചിൻ്റെ വീട്ടിലെങ്ങനെയാ വെച്ചാൽ എല്ലാവരും എടുത്തെടുത്തായതുകൊണ്ട് മൂത്തന്മാരും അമ്മായികളും കുഞ്ഞാമ്മകളൊക്കെ എടുത്തായതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏത് ദിവസമാണെന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, ഇത് പപ്പെടുത്തുന്ന ഡ്രസ്സാണ് കേട്ടോ. അൻഷിൻ്റെ പടുത്തുന്ന ഡ്രസ്സാണ്. അൻഷിൻ്റെ പനെ പറ്റി പറയുന്ന ഒരു സ്വീറ്റായിട്ടുള്ള പേഴ്സണാണ്. അപ്പം ഇപ്പെടുത്തുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ കുളിച്ചിട്ടിരുന്നത്. ഒരു ഷോർട്ട് കുർത്തിയാണ്. അപ്പോൾ സിമ്പിളായിട്ടൊരു ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പൗഡർ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൻഷി പോയി വരുമ്പോൾ മാറ്റിക്കാനും പറഞ്ഞു. പെരുന്നാളൊക്കെ അല്ലേ, ഇപ്പോൾ കുറച്ച് വൃത്തിക്കൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മാറ്റട്ടെ കേട്ടോ. അപ്പം ഞാൻ കുഞ്ഞാമാൻ്റെ വീട്ടിൽ പോട്ടെ. നല്ല ലൂസ് ഉണ്ട് കേട്ടോ ടോപ്പ്. മുന്നേ മറിക്കാം, മുന്നേ വാങ്ങിക്കോ. വെടി വെച്ചിട്ട് അപ്പൊ വാങ്ങണ്ടേ. ശാലുവിനില്ല അജ്ജ. അതാ പായസന്മാർക്കില്ല മുന്നേ. അതാ ഓനക്ക് കൊടുത്തോ. ഓനെ കിട്ടിട്ട് പടുക്ക വാങ്ങാൻ പോവാണ്. കുട്ടികാലത്ത് തട്ടിപ്പറിച്ചിടൂ. അൻഷിൻ്റെ അനിയനാണ് കേട്ടോ. എനിക്ക് തിരികെ ത്രെഡ് ചെയ്യണം പറഞ്ഞിട്ട് ഞാൻ ഷേപ്പാക്കി കൊടുക്കുകയാണ് റേസർ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ. ഒരു ഹായ് കൊടുക്കാം. കരുത്താ ഷാഡോ വരുന്നു. നമുക്ക് ചോറ് കഴിക്കാം, പെരുന്നാൾ ചോറ്. ഓക്കെ,
അങ്ങനെ ഞങ്ങളെ പെരുന്നാൾ ചോറ് ആദ്യത്തെ പെരുന്നാൾ ചോറ് ഞങ്ങൾ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അമ്മച്ചിൻ്റെ ബിരിയാണി നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഒരു ടൈം മാത്രമേ മൈലാഞ്ചി ഇട്ടിട്ടുള്ളൂ, അതിനുള്ള നേരം കിട്ടിയില്ല. ഇനിയിപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ താത്താരെ വീട്ടിൽ പോകണം, അവിടെയൊക്കെ ഒന്ന് പോയി മുഖം കാട്ടണം, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അതന്നെ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളൂ പെരുന്നാൾ വ്ളോഗ് പറയണത്. നമ്മൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഗൈസ്. അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഒന്ന് നോക്കണ്ട മനുഷ്യ, ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൻ്റെ മുറ്റത്തേക്ക് പോയി. എന്നിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ടോ, വെറുതെ വീട്ടിൽ പോയിട്ട് പായസം കുടിച്ച് മുഖം കെട്ടി വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഒരു ചക്കൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അതവിടെ വെച്ച് കണ്ട് ഇവിടെ എന്താണ് കപ്പ ബിരിയാണി അല്ല, ഇറച്ചിയും പൂളയും കമ്മലി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അൻഷിന്റെ അമ്മോന്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെയാണ് നമുക്ക് രാത്രി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി അവിടുന്ന് കുട്ടികളെല്ലാവരും കൂടി പടക്കമൊക്കെ പൊട്ടിച്ച് നേരെ ഞാൻ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അൻഷിന്റെ വീട്ടിൽ തന്നെ പോന്നു. ഇതാണ് കേട്ടോ നമ്മളെ ഈദ് വ്ളോഗ്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയൊക്കെ തന്നെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. അപ്പൊ ഈദ് വ്ളോഗ് ഇതും വരെ